വെൽക്കം ബാക്ക്. ആദ്യമേ ഒരു ചോദ്യം. ഈ വെള്ളം കുടിക്കുക എന്നുള്ളതിന്, അതിപ്പോൾ ചായയോ കാപ്പിയോ എന്തോ ആയിക്കോട്ടെ, അത് കുടിക്കുക എന്നുള്ളതിന് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ടു ഡ്രിങ്ക് എന്നല്ലേ? ഞാൻ രാവിലെ ചായയാണ് കുടിക്കാറുള്ളത്. ഐ ഡ്രിങ്ക് ടീ ഇൻ ദ മോർണിംഗ്. ശരിയല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കൂ. അവൾ കാപ്പി വേഗത്തിൽ കുടിച്ചു. ഷീ ഡ്രാങ്ക് ഹർ കോഫി ക്വിക്ക്ലി. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? നോക്കാം. ഇനി ഈ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. അയാൾ ചായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുടിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ശബ്ദം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത്, ഈ ചായക്കൊക്കെ ചൂട് കൂടുതലാണെങ്കിൽ ചിലരതൊന്ന് ഊതി ഒന്ന് വലിച്ചൊക്കെ കുടിക്കുമല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹി ഡ്രാങ്ക് ദ ടീ നോയ്സ്ലി. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? മലയാളത്തിൽ നമ്മൾ വേഗത്തിൽ കുടിച്ചു, അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുടിച്ചു, അല്ലെങ്കിൽ മടമട എന്ന് കുടിച്ചു, ഒറ്റയിറക്കിന് കുടിച്ചു എന്നൊക്കെ പറയും. ഇവിടെ എല്ലാം കുടിച്ചു എന്നുള്ള വാക്ക് വരുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെ ഡ്രിങ്ക് ക്വിക്ക്ലി അല്ലെങ്കിൽ ഡ്രിങ്ക് നോയ്സ്ലി എന്നൊന്നും പറയണമെന്നില്ല. ആ ഡ്രിങ്ക് എന്ന വാക്ക് വരാതെ തന്നെ നമുക്കിതെല്ലാം പറയാൻ സാധിക്കും. കാരണം ഇതിനെല്ലാം വേറെ വേറെ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ നോക്കാൻ പോകുന്ന അതാണ്. കഴിക്കുന്നതും കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേർബ്സ് ആണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൊക്കാബുലറി ബിൽഡിങ്ങിന് നിങ്ങളെ സഹായിക്കും. നമുക്ക് ആദ്യം ഡ്രിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേർബ്സ് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത്, ടു സിപ്പ്. പതുക്കെ മൊത്തി കുടിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ സെൻറ്റൻസ് നോക്കൂ. ഹി സിപ്ഡ് ദ ടീ കെയർഫുള്ളി ആസ് ഇറ്റ് വാസ് വെരി ഹോട്ട്. ചായക്ക് നല്ല ചൂടായിരുന്നതുകൊണ്ട് അയാളത് പതുക്കെ മുത്തി കുടിച്ചു. അപ്പോൾ കണ്ടല്ലോ, ഹി ഡ്രാങ്ക് ദ ടീ സ്ലോലി എന്നല്ല പറഞ്ഞത്, ഹി സിപ്ഡ് ഹിസ് ടീ, അത്രയും പറഞ്ഞാൽ മതി. ഇനി അടുത്തത് നോക്കൂ, ടു ഗൾപ്പ്. സാധാരണ ഈ വാക്കിൻ്റെ കൂടെ നമ്മൾ ഡൗൺ എന്ന പ്രെപ്പോസിഷൻ കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ടു ഗൾപ്പ് ഡൗൺ എന്നൊരു ഫ്രേസൽ വേർബായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, ഇപ്പോൾ നമുക്ക് നല്ല ദാഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റ വലിക്ക് വേഗത്തിൽ എന്തെങ്കിലും കുടിക്കില്ലേ, അതിനാണ് ടു ഗൾപ്പ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസ് നോക്കൂ. ഹി ഗൾപ്പ് ഡൗൺ ദ റെസ്റ്റ് ഓഫ് ദ ടീ ആൻഡ് വെൻറ്റ് ഔട്ട്. ബാക്കി ഉണ്ടായിരുന്ന ചായ ഒറ്റ ഇറക്കിന് കുടിച്ചിട്ട്, ഒറ്റ വലിക്ക് കുടിച്ചിട്ട് അയാൾ പുറത്തേക്ക് പോയി. ഹി ഗൾപ്പ് ഡൗൺ. കണ്ടോ, ഹി ഡ്രാങ്ക് ക്വിക്ക്ലി എന്നല്ല പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഗൾപ്പ് ഡൗൺ എന്നുള്ളതും സാധാരണ നമ്മൾ കുടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പറയാനും നമുക്ക് ഈ ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. പക്ഷേ ഈ ഗൾപ്പ് എന്ന വേർബിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് പേടി കൊണ്ടോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ ഒക്കെ നമ്മളിങ്ങനെ വേഗത്തിൽ ഉമിനീരിറക്കില്ലേ, അതിനും ഗൾപ്പ് എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. ഷീ ഗൾപ്ഡ് നെർവസ്ലി ബിഫോർ ഗെറ്റിംഗ് ഓൺ ടു ദ സ്റ്റേജ്. സ്റ്റേജിലേക്ക് ഒരു പെർഫോമൻസിന് കയറുന്നതിന് മുൻപ് അവളിങ്ങനെ പേടിച്ചിട്ട് ഉമിനീരിറക്കി എന്നാണ് പറയുന്നത്. അവിടെയും ഗൾപ്പ് എന്നാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ട ഗൾപ്പ് ഡൗൺ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന വേറൊരു വേർബാണിത്, ടു ഗസിൽ. അപ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് നല്ല ദാഹമുള്ളത് കൊണ്ട് മടമടാന്ന് ഒറ്റ വലിക്ക് കുടിക്കുക എന്നുള്ളതാണ്. ഈ ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് കളിക്കാരെങ്ങനെയാണ് വെള്ളം കുടിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? കുപ്പി അങ്ങനെ തന്നെ കമത്തി ഒറ്റ വലിക്ക് മടമടാന്ന് കുടിക്കുക ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് സോ ഹോട്ട് ടുഡേ ദ പ്ലെയേഴ്സ് ഹാവ് ബീൻ ഗസ്ലിംഗ് എ ലോട്ട് ഓഫ് ഫ്ലൂയിഡ്സ്. ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ്. അപ്പോൾ കളിക്കാർ ഇന്ന് ദിവസം മുഴുവനും ഒരുപാട് വെള്ളം ഇങ്ങനെ മടമടാന്ന് കുടിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഗസിൽ എന്നുള്ളതും നമുക്ക് വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഈ പഴയ മെഷീൻസിനെ പറ്റി പറയാറില്ലേ, ഇത് പഴയ ഫ്രിഡ്ജാണ്, കുറേ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും എന്നൊക്കെ. അപ്പോൾ അവിടെ ഈ വാക്ക് ഉപയോഗിക്കാം. സെൻറ്റൻസ് നോക്കൂ. ഓൾഡ് റെഫ്രിജറേറ്റേഴ്സ് ഗസിൽ ഹ്യൂജ് അമൗണ്ട്സ് ഓഫ് എനർജി. പഴയ ഫ്രിഡ്ജൊക്കെ ഒരുപാട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ കാറുകളെ പറ്റിയും ഈ വാക്ക് ഉപയോഗിച്ച് പറയാറുണ്ട്. മൈ കാർ ഗസിൽസ് എ ലോട്ട് ഓഫ് പെട്രോൾ. എൻ്റെ കാറ് ഒരുപാട് പെട്രോൾ കുടിച്ചു തീർക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. ഇനി അടുത്ത വേർബ് നോക്കൂ, ടു സ്ലർപ്പ്. നമ്മൾ ഈ ചായയോ കാപ്പിയോ അല്ലെങ്കിൽ സൂപ്പൊക്കെ ഇങ്ങനെ വലിച്ചു കുടിക്കില്ലേ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, അതിനാണ് ഈ വേർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ സ്ലർപ്പ് എന്ന വേർബിൻ്റെ കൂടെ ഡൗൺ എന്ന പ്രെപ്പോസിഷൻ കൂടെ ചേർത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സെൻറ്റൻസ് നോക്കൂ. ഹി സ്ലർപ്പ് ഡൗൺ എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ച കാര്യമാണ് പറഞ്ഞത്, പക്ഷെ അത് വലിച്ചു കുടിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഹി സ്ലർപ്പ് ഡൗൺ എ കപ്പ് ഓഫ് ബ്ലാക്ക് കോഫി. നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില ടേബിൾ മാനേഴ്സ് ഉണ്ടല്ലേ, അപ്പോൾ അതിലൊക്കെ ഭയങ്കര ശ്രദ്ധയുള്ള ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആരെങ്കിലും ഇതുപോലെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ ഇഷ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ അവർ പറഞ്ഞേക്കാം, പ്ലീസ് ഡോണ്ട് സ്ലർപ്പ് യുവർ കോഫി ലൈക്ക് ദാറ്റ് എന്ന്. നിങ്ങൾ ആ കാപ്പി ഇങ്ങനെ ഒച്ചയുണ്ടാക്കി വലിച്ചു കുടിക്കല്ലേ എന്നാണ് അർത്ഥം. ഡോണ്ട് സ്ലർപ്പ് യുവർ കോഫി. ഇനി നമുക്ക്
കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൊക്കാബുലറി നോക്കാം. അപ്പോൾ കഴിക്കുക, തിന്നുക എന്നുള്ളത് മലയാളത്തിൽ പറയുമല്ലോ. ഇതിന് ഇംഗ്ലീഷിൽ നമ്മൾ ടു ഈറ്റ് എന്നാണ് പറയുക. ഡോണ്ട് ഫൊർഗെറ്റ് ടു ഈറ്റ് യുവർ സാലഡ്. നിങ്ങളുടെ സാലഡ് കഴിക്കാൻ മറക്കല്ലേ. ഡോണ്ട് ഫൊർഗെറ്റ് ടു ഈറ്റ്. അയാൾ ഭക്ഷണം വളരെ വേഗത്തിൽ കഴിച്ചു. ഇതെങ്ങനെ പറയും? ഹി ഏറ്റ് ഹിസ് ഫുഡ് വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മതിയോ? ഇനി വേറെ ചിലരുണ്ട്, ഭക്ഷണം ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് അല്പാൽപമായിട്ട് കഴിക്കുന്നവർ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഷീ ഏറ്റ് ഹർ ഫുഡ് ഇൻ സ്മോൾ ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മതിയോ? അപ്പോൾ മലയാളത്തിൽ ഇതിനെല്ലാം നമ്മൾ പതുക്കെ കഴിച്ചു അല്ലെങ്കിൽ വേഗം കഴിച്ചു എന്നൊക്കെ പറയുകയാണല്ലേ. അപ്പോൾ കഴിക്കുക എന്നുള്ളൊരു വേർബ് അവിടെ വന്നു. പക്ഷേ ഇംഗ്ലീഷിൽ ഇതിനെല്ലാം നമുക്ക് വേറെ വേറെ വാക്കുകളുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഈറ്റ് എന്നുള്ള വേർബ് ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ ഈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർബ്സാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വാക്ക് നോക്കൂ, ടു നിബിൾ. അതായത് അല്പാൽപമായിട്ട് കഴിക്കുക എന്നൊക്കെ പറയില്ലേ, അവിടെ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. ദ ലിറ്റിൽ ബോയ് സ്റ്റാർട്ടഡ് ടു നിബിൾ ഹിസ് ബിസ്ക്കറ്റ്. കൊച്ചുകുട്ടി അവൻ്റെ ബിസ്ക്കറ്റ് അല്പാൽപമായി കഴിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചത് നിബിൾ എന്ന വേർബാണ്. ഈ വാക്കിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. മലയാളത്തിൽ നമ്മൾ കൊറിക്കുക എന്ന് പറയില്ലേ, അപ്പോൾ കപ്പലണ്ടിയൊക്കെ കൊറിക്കുക എന്നല്ലേ നമ്മൾ പറയുക. അവിടെയും നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. വി നിബിൾ സം പീനട്ട്സ് വൈൽ വാച്ചിങ് ദ മൂവി. മൂവി കാണുന്നതിനിടയ്ക്ക് ഞങ്ങൾ കപ്പലണ്ടി കുറിച്ചു. കണ്ടോ, അവിടെ നിബിൾഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തത് നോക്കൂ, ടു മഞ്ച്. ഈ വാക്ക് നമുക്കെല്ലാം പരിചിതമാണ്, ഒരു ചോക്ലേറ്റിൻ്റെ പേര് കൂടെയാണല്ലേ. അപ്പോൾ ഈ വേർബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്പാൽപമായി പതുക്കെ ഇരുന്ന് ചവച്ച് കഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ചവയ്ക്കുന്നതിന് കുറച്ച് ശബ്ദം കൂടെ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയാണ് കഴിക്കുന്നതെങ്കിൽ നമുക്കവിടെ മഞ്ച് എന്ന വേർബ് ഉപയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കാം. ഹി സാറ്റ് മഞ്ചിങ് ഓൺ ആൻ ആപ്പിൾ. അപ്പോൾ ഈ മഞ്ച് എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ പലപ്പോഴും ഓൺ അല്ലെങ്കിൽ അറ്റ് എന്ന പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ ആപ്പിൾ ഇങ്ങനെ അല്പാൽപമായി കടിച്ച് ചവച്ച് തിന്നുകൊണ്ടിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഷീ മഞ്ച്ഡ് ദ സാൻഡ്വിച്ചസ് വൈൽ വാച്ചിങ് ടി വി. ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ അവൾ സാൻഡ്വിച്ചസ് ഇങ്ങനെ ചവച്ച് കഴിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, മഞ്ച് എന്നുള്ള വേർബ് അവിടെയും യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചവച്ച് കഴിക്കുക എന്നുള്ള അർത്ഥം കിട്ടാൻ വേറൊരു വേർബ് കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ടു ചോംപ്. ഇങ്ങനൊരു കാര്യം ഓർത്ത് നോക്കൂ, നമ്മളെല്ലാം മറന്ന് ഒരു ബാർ ഓഫ് ചോക്ലേറ്റ് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചവച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഈ വേർബ് യൂസ് ചെയ്യാം, ചോംപ്. ഹി വാസ് ചോംപിങ് ഓൺ എ ബാർ ഓഫ് ചോക്ലേറ്റ്. ഇവിടെയും കണ്ടല്ലോ, ഈ ചോംപ് എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ ഓൺ എന്നൊരു പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സെൻറ്റൻസ് നോക്കൂ, ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഹി ചോംസ് ഹിസ് ഫുഡ്. ഇവൻ ഈ ഭക്ഷണം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ചവച്ച് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഹി ചോംസ് ഹിസ് ഫുഡ്. അടുത്ത വേർബ് കാണാലോ, ടു ക്രഞ്ച്. ഇവിടെയും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ചവയ്ക്കുന്നത്, പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മിഠായി പോലെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കടിച്ച് പൊട്ടിച്ച് തിന്നില്ലേ, അല്ലെങ്കിൽ ചിപ്സ്, മുറുക്ക്, ഇതൊക്കെ ഇങ്ങനെ പല്ലിൻ്റെ ഇടയിൽ വെച്ച് കടിച്ച് പൊട്ടിച്ച് തിന്നുമ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, അതിനെപ്പറ്റി എടുത്ത് പറയാനാണ് നമ്മൾ ഈ വാക്ക് യൂസ് ചെയ്യുന്നത്. സെൻറ്റൻസ് നോക്കൂ, ഹി ഡ്രാങ്ക് എ ഗ്ലാസ് ഓഫ് ഐസ് ടീ ആൻഡ് ക്രഞ്ച്ഡ് ദി ഐസ് വിത്ത് ഹിസ് ടീത്ത്. അപ്പോൾ ഐസ് ടീ ആദ്യം കുടിച്ചു, എന്നിട്ട് അതിലുണ്ടായിരുന്ന ഐസ് എന്താ ചെയ്തത്? പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിച്ച് കഴിച്ചു. അപ്പോൾ ആ ശബ്ദത്തെപ്പറ്റി പറയാനാണ് നമ്മളിവിടെ ക്രഞ്ച് എന്ന വാക്ക് യൂസ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി എങ്ങനെ പറയുന്നത് നോക്കാം. അപ്പോൾ വിശന്നിരിക്കുന്ന ഒരാൾ ആർത്തിയോടെ ഭക്ഷണം വേഗം വേഗം കഴിക്കില്ലേ, അതിനെപ്പറ്റി പറയാനാണ് നമ്മൾ ഈ വേർബ് യൂസ് ചെയ്യുന്നത്, ടു ഗോബിൾ. സെൻറ്റൻസ് കാണാലോ, ദേ ഗോബിൾ ഡൗൺ ഓൾ ദ ഫുഡ്. ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ അവർ ആക്രാന്തത്തോടെ കഴിച്ച് തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഗോബിളിൻ്റെ കൂടെയും നമ്മൾ ഡൗൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ അർത്ഥം കിട്ടുന്ന വേറൊരു വാക്ക് കൂടെ ഉണ്ട് കേട്ടോ, ടു ബോൾട്ട്. പ്ലീസ് ഡോണ്ട് ബോൾട്ട് യുവർ ഫുഡ് ലൈക്ക് ദാറ്റ്, യു വിൽ ഗെറ്റ് സിക്ക്. ഭക്ഷണം ഇങ്ങനെ ഇത്രയും വേഗത്തിൽ ആർത്തി പിടിച്ച് കഴിക്കല്ലേ, ഇങ്ങനെ കുത്തി കയറ്റല്ലേ എന്ന് നമ്മൾ പറയാറില്ലേ, അസുഖം വരും. അതാണ് ഈ പറയുന്നത്, പ്ലീസ് ഡോണ്ട് ബോൾട്ട് യുവർ ഫുഡ്. ഇതേപോലെ തന്നെ ഭയങ്കര വിശപ്പുള്ളതുകൊണ്ട് ആർത്തിയോടെ ഭക്ഷണം വേഗം വേഗം കഴിക്കുന്നതിന് പറയാവുന്ന മറ്റൊരു വേർബാണ് ടു ഡിവോർ. സെൻറ്റൻസ് കണ്ടല്ലോ, ദേ ഡിവോർഡ് ദ ഫുഡ് ഹംഗ്രിലി. അവർ ഭക്ഷണം ആർത്തിയോടെ വേഗം കഴിച്ചു തീർത്തു. പക്ഷേ ഈ വേർബിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ഈ പുസ്തകങ്ങളൊക്കെ ഭയങ്കര ആർത്തിയോടെ വായിക്കുന്നവരെ കണ്ടിട്ടില്ലേ, അതിനെപ്പറ്റി പറയാനും ഇതേ വേർബ് നമുക്ക് യൂസ് ചെയ്യാം. ഷി റീഡ്സ് എ ലോട്ട്, ഷി ഡിവോഴ്സ് വൺ ബുക്ക് ആഫ്റ്റർ അനദർ. അതായത് അവൾ ഒരുപാട് വായിക്കുന്നുണ്ട്, ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്തത്, ആ തോതിലാണ് വായിക്കുന്നത്. അപ്പോൾ ആ വായനയിലുള്ള താല്പര്യം, ആ ആർത്തിയാണ് കാണിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ തിരക്ക് പിടിച്ച് വേഗം വേഗം ഭക്ഷണം കഴിക്കുന്നവരല്ലല്ലോ, സാവകാശം ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുന്നവരുണ്ടല്ലേ. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഈ വേർബ് യൂസ് ചെയ്യാം, ടു സേവർ. അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കുന്നതിനെ പറ്റിയോ ഒക്കെ പറയാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉദാഹരണത്തിന്, ഷി സിപ്ഡ് ഹർ കോഫി സ്ലോലി
സേവറിങ് എവ്രി മൗത്ത് ഫുൾ. അതായത് ഓരോ ഇറക്ക കാപ്പിയും ആസ്വദിച്ച് അവൾ പതുക്കെ കുടിച്ചു എന്നാണ് പറയുന്നത്. കണ്ടോ, സേവറിങ് എവ്രി മൗത്ത് ഫുൾ. അപ്പോൾ ഈ വിഴുങ്ങുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? ടു swallow എന്ന് പറയും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചവയ്ക്കുന്നില്ല, ചവയ്ക്കാതെ എന്തെങ്കിലും ഒന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കൂ. കയ്പുള്ള മരുന്ന് അയാൾ വേഗം വിഴുങ്ങി. ഹി ക്വിക്ക്ലി swallowed the bitter medicine. കണ്ടോ, swallowed എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ മലയാളത്തിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പറയാറില്ലേ, അയാൾ ആ മരുന്ന് വെള്ളം കുടിച്ച് ഇറക്കിയെന്ന്. അപ്പോൾ മരുന്ന് വായിലുണ്ട്, എന്നിട്ട് അത് അയാൾ വെള്ളം കുടിച്ചുകൊണ്ട് ഇറക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? അതിനൊരു ഫ്രേസ് ഉണ്ട്. ടു വാഷ് ഡൗൺ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഉദാഹരണം നോക്കൂ. ഹി വാഷ്ഡ് ദ ടാബ്ലറ്റ് ഡൗൺ വിത്ത് സം വാട്ടർ. അതായത് വായിൽ ടാബ്ലറ്റ് ഉണ്ട്, ഗുളികയുണ്ട്, എന്നിട്ട് അയാളത് വെള്ളം കുടിച്ചിറക്കി. എന്താ പറഞ്ഞത്? ഹി വാഷ് ദ ടാബ്ലറ്റ് ഡൗൺ വിത്ത് സം വാട്ടർ. അപ്പോൾ ഇവിടെ ഈ വാഷ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കഴുകിയെന്ന് അർത്ഥമില്ല കേട്ടോ. ഈ മരുന്ന് വെള്ളം കുടിച്ചിറക്കി എന്നത് പറയാനാണ് നമ്മൾ ഈ ഫ്രേസ് ഉപയോഗിച്ചത്. ഇതേ ഫ്രേസ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. ഫോർ ലഞ്ച് വി ഹാഡ് ബർഗേഴ്സ് വാഷ് ഡൗൺ വിത്ത് ജ്യൂസ്. അതായത് ഉച്ചയ്ക്ക് ഞങ്ങൾ എന്താ കഴിച്ചത്? ബർഗേഴ്സ്. എന്നിട്ട് അതിൻ്റെ പുറകെ ഞങ്ങൾ ജ്യൂസും കുടിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? ബർഗേഴ്സ് വാഷ് ഡൗൺ വിത്ത് ജ്യൂസ്. അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈറ്റിങ്ങും ഡ്രിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വൊക്കാബുലറി മനസ്സിലാക്കി. ഇന്ന് പഠിച്ച ഈ വാക്കുകൾ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതിൽ കാണാം. ബൈ.